നീ എവിടേക്കടി? എനിക്കൊന്ന് പുറത്തു പോണായിരുന്നു. എന്തിന്? ഞാൻ പുറത്തു പോകുന്ന എന്തിനാണെന്ന് ഈ സഭയിൽ പറയേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ ഇവിടുത്തെ കാർ എടുത്തു പോകാനും പറ്റില്ല. അതിന് നിങ്ങളുടെ കാറൊന്നും ഞാൻ എടുക്കുന്നില്ലല്ലോ. ഞാൻ ടാക്സി വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ വരൂ. അത് എനിക്ക് വിലക്ക് കൽപ്പിച്ചോണ്ടൊന്നല്ല. ഞാൻ പോകുന്നതും വരുന്നതും ഇവിടെയുള്ളവരാരും അറിയണ്ടെന്ന് കരുതി തന്നെയാ. നിന്റെ വരവും പോക്കും ചെയ്തുമെല്ലാം രഹസ്യമാണല്ലോ. അങ്ങനെയാണല്ലോ ഇവിടെ വരെ എത്തിയതും. നീ രാജകുമാരിയാണെന്ന് പറഞ്ഞ് രമയെ പറ്റിച്ചു. അത് കഴിഞ്ഞു പറഞ്ഞു അനാഥയാണെന്ന്. ഇതിലെ ഏതൊക്കെയാ ശരിയെന്ന് ആർക്കറിയാം? പലരുടെയും ജീവിതകഥ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരാളുടെ 2 ജീവിതകഥ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. ഒരിടത്ത് പ്രിൻസസ്, മറ്റിടത്ത് ഓർഫൻ. ഇതൊരു വല്ലാത്ത കഥ തന്നെ. പലരുടെയും ജീവിതകഥ നീ ചിലപ്പോ വായിച്ചു കാണും. എന്റെ ജീവിതകഥ നീ വായിക്കണ്ട. അങ്ങനെ വായിച്ചാലും നിന്റെ തലച്ചോറിന് താങ്ങില്ല. ഹലോ മാഡം, എന്റെ വരവിന്റെയും പോക്കിന്റെയും കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്ക് എന്തായാലും ഇല്ല. നിങ്ങളുടെ ഈ നിൽക്കുന്ന ഒറ്റമോളുടെ അത്രയും കള്ളത്തരം എനിക്ക് എന്തായാലും ഇല്ല. ഒന്നേ ഉള്ളെങ്കിലും ഒലക്കൊക്കെ അടിച്ച് വളർത്തണമെന്നാ. പക്ഷേ ഈ ഉള്ളതിനൊക്കെ ഒലക്കൊക്കെ അടിച്ച് കൊല്ലുക വേണ്ടത്. അത് കറക്റ്റായിട്ട് ഈ വയറ്റിൽ തന്നെ വന്ന് പിറക്കുകയും ചെയ്തല്ലോ. കഷ്ടം തന്നെ. കണ്ടോ രമേ ഇവളുടെ വർത്തമാനം? പാതവന്ന പരിഹാസം മാത്രമേ ഉള്ളൂ. നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഈ നിൽക്കുന്നത് എന്റെ ഏട്ടത്തിയാ. ഇത് ഞാൻ മകളെ പോലെ കാണുന്ന എന്റെ മരുമകളാ. ഇവർക്ക് എത്ര കാലം ഇവിടെ നിൽക്കണമെന്ന് തോന്നുന്നോ